ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ എന്താ പറയുക, നിങ്ങൾ തമ്പനിയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. എൻ്റെ ഈ സന്തോഷത്തിൻ്റെ മെയിൻ റീസൺ ഞാൻ എനിക്കായിട്ട് വേണ്ടി കരുതി വെച്ച ഒരു സേവിങ്സ് 2024 സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് എൻഡിലാണ് അത് കഴിഞ്ഞത്. ആ സേവിങ്സിൻ്റെ ആ ഒരു പീരീഡ് അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കത് എന്താ വാങ്ങിക്കണം എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും എൻ്റെ മൈ സെൽഫ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ 2025 കൊടുക്കുന്ന ഫസ്റ്റ് ഗിഫ്റ്റാണ്. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒപ്പം ചെറിയ ഒരു ഇൻഫർമേഷനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ എനിക്ക് വേണ്ടി സേവ് ചെയ്ത ആ ഒരു സേവിങ്സിൽ നിന്ന് ഞാൻ ഫസ്റ്റ് എനിക്ക് വേണ്ടി വാങ്ങിക്കാൻ പോകുന്ന ഒരു ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം. ഞാൻ വെറുതെ തുടങ്ങിയ ചിട്ടിയല്ല, ഇതെൻ്റെ ചിട്ടിയാണ് കേട്ടോ. ഞാൻ ഒരു ജ്വല്ലറിയിൽ, രാജകുമാരി എന്ന് പറഞ്ഞൊരു ജ്വല്ലറിയിൽ ചേർന്ന എൻ്റെ ചിട്ടിയാണ്. ആ ചിട്ടിക്ക് 11 മാസമാണ് അടവ് വരുന്നത്. അപ്പം ആ ഒരു അടവ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു 3 മാസത്തിൽ കൂടുതലായി. എന്നിട്ടത് അവിടെ ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നതാണ് എന്ത് വാങ്ങിക്കാം എന്നുള്ളത്. അപ്പോൾ ഫൈനലി 2025 ഞാൻ വാങ്ങിക്കാമെന്ന് കരുതി ഒരു സാധനം ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു സാധനം ഞാൻ വിചാരിച്ചൊരു സാധനം വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ശരി, എന്താ ഇന്ന് തന്നെ പോയി വാങ്ങിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി വാങ്ങിക്കാം. ആൻഡ് ഇത് എല്ലാ ഗേൾസിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മെയിനായിട്ടും എടുക്കുന്നത്. അപ്പോൾ അവിടെ എന്തായാലും നമ്മൾ ജ്വല്ലറിയിൽ പോവുമല്ലോ, നമുക്ക് നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ പോകും. പിന്നെ മോയ്സ്ചറൈസ് ഇട്ടു. ഇനിയിപ്പോൾ സൺസ്ക്രീൻ ഇടണം, നല്ലൊരു സിറം കൂടി ഇടണം. ഓക്കെ, ഒരുങ്ങാനും അതേപോലെ തന്നെ സെൽഫ് കെയറിങ് ചെയ്യുന്നത് നമ്മൾ പെമ്പിളാരെ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ. പ്രത്യേകിച്ച് ഈ വിന്റർ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ട്. കാരണം ഈ ഒരു വിന്റർ ടൈമിൽ നമ്മുടെ സ്കിൻ ഒരുപാട് ഡാമേജസ് വരുന്ന ഒരു മൊമെന്റ് ആണ്, ഒരു ടൈമാണ്. അപ്പം കഴിഞ്ഞ ഇതുപോലത്തെ ഈ ഒരു സമയത്ത് എനിക്ക് എൻ്റെ സ്വന്തം സുഹൃത്ത്, നമ്മുടെ കളിവീടിലെ ഗായത്രി എനിക്ക് റെക്കമെൻഡ് ചെയ്തൊരു പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം. ഇതാണ് ആ സിറം. വിൽവയുടെ മിൽക്ക് ഡ്രോപ്പ് സിറമാണ് കേട്ടോ. അടിപൊളി റിസൾട്ട് തരുന്ന നല്ലൊരു സിറമാണ് ഇത്. വിൽവയുടെ ഈ ഒരു സിറം ഇല്ലാണ്ട് എൻ്റെ ഒരു സ്കിൻ കെയറിങ് നടക്കില്ല കേട്ടോ. വിൽവയുടെ ഈ ഒരു സിറം കൊണ്ട് എനിക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. കാരണം എൻ്റെ മുഖത്ത് എപ്പോഴും ഈ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പിമ്പിൾ വരും. അപ്പം ഇതിൻ്റെ മാർക്കൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ കുറച്ച് വന്നത് ഈ ഒരു ഒറ്റ പ്രോഡക്റ്റിൻ്റെ ഉപയോഗം കൊണ്ടാണ്. കഴിഞ്ഞ കുറേ നാളുടെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ആഫ്റ്ററും ബിഫോറും പിക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാകും എൻ്റെ മുഖത്തുള്ള ചേഞ്ച് എന്തൊക്കെയാണെന്ന്. കാരണം ഇതിപ്പോൾ അമ്മ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഉപയോഗിച്ചിട്ട് ബോട്ടിൽസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാനായിട്ട്. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട് വിൽവയുടെ ഈ ഒരു മേക്ക് ഡ്രോപ്സിൻ്റെ ബ്രൈറ്റനിങ് സിറം. അടിപൊളിയാണ്. ഈ ഒരു സിറത്തിനെ നമുക്കൊരു ടോട്ടൽ ഗെയിം ചേഞ്ചർ എന്ന് തന്നെ പറയാം കേട്ടോ. വാട്ടർ ബേസ്ഡ് ആണെങ്കിൽ പോലും ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് അമേസിങ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. റൈസ് മിൽക്ക്, മാരിൻ ആൽഗി എക്സ്ട്രാക്റ്റ്, ആൽഫ ബർട്ടീൻ, അതേപോലെ തന്നെ ഹൈഡ്രോണിക് ആസിഡ്, അങ്ങനെ കിട്ടിലം ഇൻഗ്രീഡിയൻസ്. ഇത് നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സിറം ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ടും സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും കേട്ടോ. കണ്ട, നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ടും ഗ്ലോയിങ് ആകും, ഭയങ്കരമായിട്ടും ഗ്ലോയിങ് ആകും. ഇത് ഈവനിങ്, അതായത് PM ഉം AM ഉം നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് ഡ്രോപ്സ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതി. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന, എൻ്റെ ഫേസിൽ ഇഷ്ടം പോലെ ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു. സത്യമായിട്ട് ഞാൻ പറയാണ്, എനിക്ക് ഏറ്റവും അത് കുറച്ച് തന്നത് ഈ ഒരു ഒറ്റ സിറമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് 4ാമത്തെ 5ാമത്തെ ബോട്ടിലാണ്. ഞാൻ ഭയങ്കര പിശിക്ക് ഇടത്തുള്ളൂ കേട്ടോ, രാവിലെ വൈകുന്നേരം ഇടുന്നതുകൊണ്ട്. പക്ഷേ കിട്ടില്ല പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനിയിപ്പോൾ പുതിയതായിട്ട് വന്ന പിമ്പിളിൻ്റെ ഇത് പിമ്പിളിൻ്റെ മാർക്കല്ല. ഇത് എനിക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ഫേസിലുള്ള ഒരു ബ്ലാക്ക് മാർക്കാണ്. പാടെന്നല്ല എന്ന് പറയാം. ഈ അതിനെന്തോ ഒരു ഡോക്ടർ ഒരു പേര് പറയും. പക്ഷെ ഇത് പിമ്പിൾ വന്ന പാടല്ല കേട്ടോ. പിമ്പിൾ വന്ന പാടൊക്കെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിട്ടിയിലും സൂപ്പർ സിറമാണ് കേട്ടോ ഇത്. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് നറിഷ് ചെയ്യും, ക്ലിയർ സ്കിന്നാക്കും, അതേപോലെ തന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഈ ഒരു വിൻ്റർ ടൈമിൽ അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നല്ലൊരു സിറമാണ് നമ്മുടെ ഈ ഒരു വിൽവയുടെ ബ്രൈറ്റനിങ് സിറം. പൊട്ടൊന്ന് വെച്ച് കൊടുക്കാം. അയ്യോ, എൻ്റെ പൊട്ടവിടെ പൊട്ടുണ്ട്. പിന്നെന്താ, ഒരു ശകലം ഐഷാഡോവും ബാക്കിയൊക്കെ ഒന്ന് ഇട്ടോട്ടെ, എങ്കിലേ എനിക്ക് ആ ഒരു കറക്റ്റ് ഫിനിഷിങ് കിട്ടത്തുള്ളൂ. ആൻഡ് ഞാൻ ഒരു കാര്യം പറയാം, ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഉള്ള എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. കാരണം സേവിങ്സ് എപ്പോഴും വേണം, പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക്. അത് എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പം നിങ്ങൾ പറയും ഞങ്ങൾക്ക് മക്കളെ പഠിപ്പിക്കാനുണ്ട്, അത് ഓഫീസിൽ പോകണം, അത് പോകണം, ആ ചിലവുണ്ട്, ഈ ചിലവുണ്ട്, EMI ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറയും, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ മാറ്റി വെച്ചിരിക്കണം. അത് ആസ് എ വുമൺ എന്ന രീതിയിൽ ഞാൻ പറയുകയാണ് കേട്ടോ. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്.
നമുക്കത് എപ്പോഴും വേർത്തായിരിക്കും. എല്ലാവരും എല്ലാ പ്രാവശ്യവും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോഴേ നമ്മളത് പഠിക്കത്തുള്ളൂ. സോ ഒരു സേവിങ്സ് എപ്പോഴും വേണം. ഞാൻ എൻ്റെ സേവിങ്സ് കൊണ്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും ഫാമിലി ഉണ്ട്, എന്താ പറയുക, ഓരോരോ ചിലവുകളുണ്ട്. പക്ഷേ നമ്മൾ EMI എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ EMI കറക്റ്റ് നമ്മൾ അടയ്ക്കും. കാരണം ഒരു EMI മുടങ്ങിയാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. സോ അതേപോലെയാണ് ഇതൊരു EMI ആയിട്ട് കൂട്ടിയാൽ മതി. ആ ഒരു EMI നമുക്ക് വേണ്ടി നമ്മളായിട്ട് സെൽഫായിട്ട് എടുക്കുന്നതെന്ന് കരുതിയാൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ ആ സിറമൊക്കെ ഇട്ട് ഭയങ്കര സെറ്റായിട്ടുണ്ട്. ഫേസ് ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. കുറച്ച് ലിപ്സ്റ്റിക്കും ഐഷാഡോവും ജസ്റ്റ് കണ്ണൊന്ന് വരച്ച് ഒരു ലൈറ്റ് കളർ ലിപ്സ്റ്റിക്കും കൂടി ഇടുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു ഷൈനിങ് കണ്ട അടിപൊളി. ഞാൻ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പെർഫെക്റ്റ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഇനി ഞാൻ പറഞ്ഞില്ല, ഞാൻ തുള്ളി ചാടിയെ നിൽക്കുന്നു. കാരണം എനിക്ക് ആ ഐറ്റം വാങ്ങിക്കുന്നതല്ല, അത് നമ്മുടെ എല്ലാവരുടെ ഒരു ആഗ്രഹം. നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ ആ എത്തി നിൽക്കുമ്പം നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അത് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് എൻ്റെ ഫേസിൽ കാണുന്നത്. ആൻഡ് ലിറ്റിലി ഗ്ലോയിങ് കൂടെ വന്നിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദാറ്റ് സിറം. ഭയങ്കര വർത്താണ്. നിങ്ങളുടെ സ്കിന്നിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നല്ല ഒരു പെർഫെക്റ്റ് സിറം നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിൽവയുടെ ഈ ഒരു ബ്രൈറ്റനിങ് മിൽക്ക് സിറം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം ഇത് അത്രയ്ക്കും കിട്ടുവാണ് ഗൈസ്. സീരിയസ്ലി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ഇത് ചെയ്ത് തന്നല്ല, അത്രയ്ക്കും സൂപ്പറാണ്. കാരണം നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, ഗ്ലോയിങ് സ്കിന്നാക്കും. ആൻഡ് ഈ ഒരു വിൻ്റർ ടൈമിൽ സ്പെഷ്യലായി എടുത്ത് പറയാം. കാരണം ഈ ഒരു വിൻ്റർ ടൈമിൽ ഭയങ്കര പെർഫെക്റ്റ് ആണ് ഈ ഒരു സിറം. അല്ലാത്തപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, മോർണിംഗും ഈവനിങ്ങും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് സമയമില്ല, നമുക്ക് പോകണം. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ വേണ്ടേ വാങ്ങിക്കുമ്പോൾ AN20 എന്ന കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് എടുത്താലും 20% ഓഫ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ എന്നെ കൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒന്നും കൂടെ കൊടുത്തിരിക്കാം. അപ്പോൾ നമുക്ക് നേരെ പോവാം. സോ നമ്മളങ്ങനെ സാധനം മേടിക്കാൻ ഇറങ്ങി. ഇത് ഫാമിലിയോട്ടാണ് നമ്മൾ ഇറങ്ങിയത്. തിരക്കുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം തന്നെ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല. കാരണം ഗോൾഡിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തായാലും നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. അങ്ങനെ കാത്തിരിപ്പിന് വിരാടം വിട്ട് ഞാൻ എന്താ അവിടെ എത്തിയിരിക്കുകയാണ്. എനിക്കറിയാം എവിടെ വെച്ചിരിക്കുന്നതെന്നുള്ളത്. ആ പാക്കിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ഇതാണ് ഞാൻ എടുത്ത പ്രോഡക്റ്റ് എന്നുള്ളത്. എനിക്ക് സ്ഥിരമായിട്ട് എന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അമീനിക്കയാണ്. അപ്പോൾ ഇക്ക ഭക്ഷണം കഴിക്കാൻ പോകുന്നതുകൊണ്ട് എന്നെ വേറെ ഏട്ടനാണ് ഓടി വന്ന് നോക്കിയത്. പക്ഷേ ആ ഏട്ടനെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. ഏട്ടൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. കണ്ണാടി വെച്ച ചേട്ടൻ സ്ഥിരമായിട്ട് അവിടെ ഉള്ള സ്റ്റാഫാണ്. ഞാൻ അവരുമായിട്ട് എല്ലായിടത്തും ഭയങ്കര കമ്പനിയാണ്. അതുകൊണ്ട് ആ ഒരു ഫ്രീഡം എനിക്ക് അവിടെ ഉണ്ട്. അപ്പം ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത ഞാൻ ഓർഡർ കൊടുത്ത, ഞാൻ മോഡൽ കൊടുത്ത് ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ, ഐറ്റം അതാണ്. ഒരു മാലയാണ്, അതായത് ഒരു പാലയ്ക്ക കോംബോ വരുന്ന ഒരു മാലയാണ് കേട്ടോ. മാല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഇതാണ് ഞാൻ നേരെ വെച്ച് കാണിക്കും. അവർ 2 വെയിറ്റിലാണ് ചെയ്തിരിക്കുന്നത്, ചെറുതും വലുതുമായിട്ട്. ഐ തിങ്ക് 3.5 പവനും 4.5 പവനും. വലുത് 4.5 പവൻ എന്തുകൊണ്ടെന്ന് തോന്നുന്നു, ചെറുത് 3.5 പവനാണ്. അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് വെച്ച് നോക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് വെച്ച് നോക്കിയിട്ട് ഫൈനലൈസ് ചെയ്യാമെന്ന് കരുതി. അപ്പം ഞാൻ എന്തായാലും വെച്ച് നോക്കട്ടെ. ഓക്കെ, പക്ഷേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടെൻഷനുണ്ട്. കാരണം സ്വർണ്ണത്തിൻ്റെ വില കൂടിയതും പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ നിൽക്കണം. എനിക്ക് 5000-ൻ്റെ 3 ചിട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ചിട്ടി 60,000 മാസം അടവ്. മീൻസ് ടോട്ടൽ വരുന്നത് 60-ൻ്റെ 3 ചിട്ടിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ അതും കൂടെ ചോദിക്കുമല്ലോ എത്ര എമൗണ്ടാണ് വെച്ച് ചെയ്തതെന്നുള്ളത്. ഒരു മാസം 5000 വെച്ച് ഒരു ചിട്ടിക്ക്. ഓക്കെ, അങ്ങനെ ഒരു 2-3 ചിട്ടി ഉണ്ടായിരുന്നു. അത് ഒരുമിച്ച് ക്ലോസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് എടുക്കുന്നത്. അല്ലാണ്ട് ഈ ഒരു സ്വർണ്ണവിലയിൽ എൻ്റെ കയ്യിൽ എവിടെ നിന്ന് പൈസ? ആൻഡ് നമ്മുടെ വീട് പണിയുടെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഞാൻ കൊണ്ട് വെക്കും. ആ വെക്കുന്നതിൻ്റെ മീൻസ് പണയം വെക്കുന്നതിൻ്റെ ഒരു 2 ദിവസം വരെ ഇടാമല്ലോ. ശകലം ഒന്ന് കയറ്റിട്ടാണ്. യെസ്, ഇനി അമീനിക്കാരുണ്ടേതാ ഭക്ഷണമൊക്കെ കഴിച്ച് പാവം ഓടി വരുന്നുണ്ട്. അന്ന് അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ആനിവേഴ്സറി സംതിങ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആനിവേഴ്സറി ഒക്കെ കഴിയും കേട്ടോ. അപ്പം അമീനൊക്കെ നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ കണ്ടാൽ മതി. അമൃത പറഞ്ഞിട്ട് അത് പറഞ്ഞാൽ മതി കേട്ടോ. പാവം അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഓടി വന്നേ ഞാൻ വന്നു എന്ന് അറിഞ്ഞിട്ട്. ഭയങ്കര നല്ല മനുഷ്യനാണ്. ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ അല്ലേ?
കാരണം എനിക്ക് അവിടെ പോയ പരിചയം ഒരു 3-4 വർഷത്തെ പരിചയമുണ്ട് ഇക്കയായിട്ട്. 3-4 ഐ തിങ്ക് 2.5-3 വർഷത്തെ പരിചയമുണ്ട്. അന്ന് മുതൽ ഞാൻ അവിടെ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഇക്കയാണ്. ഈശ്വര, അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മാല ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ അതിന് മാച്ച് ആയിട്ടുള്ള കമ്മൽ നോക്കി. എൻ്റെ പൊന്നോ, എന്ത് ഭംഗിയാണെന്നറിയാമോ. 1.5 പവനാണ് കമ്മലിന്. പക്ഷേ എൻ്റെ കണ്ണ് മൊത്തം അതിനകത്തായിരുന്നു കേട്ടോ. ആ മാലയും കമ്മലും കൂടെ ആയിട്ട് എന്താ ഭംഗിയെന്നറിയാം. ഒരു സെറ്റ് സാരിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മളെ തന്നെ നോക്കും ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയാലേ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ സ്വപ്നം കണ്ടത് ഇതിൻ്റെയൊക്കെ ഗോൾഡ് കവറിങ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഗോൾഡ് കവറിങ് അല്ലേ, യെസ്, അതൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് നേടാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പം ഞാൻ കമ്മലൊന്നും എടുത്തിട്ടില്ല. എൻ്റെ പർച്ചേസിൽ അതൊന്നും ഇൻക്ലൂഡിങ് ഉള്ളതല്ല. നമ്മൾ മാല നോക്കാൻ പോയി. അപ്പം മാലയുടെ ഓവറോൾ വെയിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും കൂടുതലായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മുടെ ബഡ്ജറ്റുമായിട്ട് ഇണങ്ങുമെന്നുണ്ടെങ്കിൽ മാത്രമാണ് മാല എടുക്കൂ എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1.5 പവൻ സ്റ്റോൺ പോയിട്ട് പിന്നെയും കുറയല്ലേ, സ്റ്റോൺ ഇൻക്ലൂഡിങ് ആണല്ലേ. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതാണ് കറക്റ്റ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട മാല ചെറുതാണ് കേട്ടോ. എനിക്ക് മാച്ച് ആകുന്നത് മാല ഇതാണ്. കമ്മലും മാലയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ കമ്മലൊന്നും എടുത്തില്ല, ഞാൻ പറഞ്ഞില്ല. പക്ഷെ എന്തെങ്കിലും കമ്മൽ എനിക്ക് വാങ്ങിക്കണം എന്നുണ്ട്. എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ഗൈസ്. അവസാനം നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. കമ്മൽ എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ ഇപ്പോഴും പറയണം. ജസ്റ്റ് മാറ്റി വെച്ചതേ ഉള്ളൂ. ഊരി അതിൻ്റെ മുകളിൽ തന്നെ വെച്ചതേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് കാൽക്കുലേഷൻ തുടങ്ങി. നമ്മുടെ ഓഫറും കാര്യങ്ങളും അതേപോലെ തന്നെ മാലയുടെ വെയിറ്റും എല്ലാം നോക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലും കണക്കൂട്ടൽ ആയിരുന്നു. അയ്യോ, ബഡ്ജറ്റ് റെഡി ആകുമോ എന്നുള്ളത്. മീനൊക്കെ തിരക്ക് കാരണം അങ്ങോട്ട് എവിടെ പോയി. അന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. സാധനം എടുത്ത് നമ്മൾ താഴെ ചെന്നപ്പോഴാണ് ആ ഒരു മാല കണ്ടോ. അത് ഞാൻ അന്നേ ഒരു 2 മാസം പോയപ്പോഴേ ചിട്ടി അടയ്ക്കാൻ മുമ്പ് നോക്കി വെച്ചൊരു മാലയായിരുന്നേ. അതും ഈ 3-3.5 എന്തോ ഉള്ളൂ വെയിറ്റ്. അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കി എനിക്ക് ഏതാ ചേരുന്നതെന്നുള്ള. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെറുതാണ്, ഇത് ഫസ്റ്റ് കിടക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മാലയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ചിലപ്പോൾ നിങ്ങൾ കാണുന്ന പലർക്കും ഫസ്റ്റ് കിടക്കുന്ന മാല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നിരിക്കാം. പക്ഷേ എൻ്റെ മാല ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിട്ടി ചേരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ചിട്ടിക്ക് ചേർന്നു. കാരണം അതൊരു സേവിങ്സ് ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 ചിട്ടിക്കാട്ടോ വീണ്ടും ചേർന്നത്. ഒരെണ്ണമെങ്കിലും ചേരണമെന്നാണ് അവരിങ്ങനെ പറഞ്ഞത്. അപ്പം അതിന് അവസാനം ഞാൻ 2 ഒന്ന് എൻ്റെ പേരിലും അമ്മയുടെ പേരിലും ചേർന്നെങ്കിൽ പോലും ഞാനാണ് പൈസ അടയ്ക്കുന്നത്. പക്ഷേ അമ്മയുടെ പേരിലും എൻ്റെ പേരിലും ചേർന്നു. എനിക്ക് വേറൊരു ചിട്ടി വേറൊരു ജ്വല്ലറിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് എല്ലാം കൂടെ എനിക്ക് എങ്ങനെ അടയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇവരിങ്ങനെ എപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും എവറി മന്ത് ചിട്ടിയുടെ സമയമായി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ ഭയങ്കര അങ്ങനൊന്നും ഇല്ല കേട്ടോ. സോ അങ്ങനെ ഞാൻ 2 ചിട്ടിക്കും കൂടെ ചേർന്നു. സത്യം അതെ. കണക്ക് കൂട്ടിയും കുറച്ചും അവസരം ഞാൻ മാല എടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായത്. ഞാൻ കാണിക്കാം നിങ്ങളെ അടുത്ത വ്ലോഗിൽ. അപ്പം ടാറ്റാ, ബൈ ബൈ.